Good evening all. Electrical machine sectionലെ synchronous machinesന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. Synchronous machines. Synchronous machines എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് മെഷീൻ ആണ്. It works on the principle of electromagnetic induction. Electromagnetic induction principle ആണ് വർക്ക് ചെയ്യുന്നത്. Synchronous machines തന്നെ mainly two types ഉണ്ട്. Synchronous motor and synchronous generator. Synchronous generator, or otherwise it can be called as alternator. Synchronous machine എന്ന് പേര് വരാൻ കാര്യം it rotates at a synchronous speed. എന്താണ് synchronous speed എന്നൊക്കെ നമുക്ക് വരും സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So it rotates at synchronous speed. It has two parts. ഏതൊരു മെഷീനിലുള്ള പോലെ തന്നെ ഇതിന് മെയിൻലി ടു പാർട്സ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്ററും മറ്റൊന്ന് റോട്ടറും. സോ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് റൊട്ടേറ്റിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡൈനാമിക്കലി ഉള്ള ഇൻഡക്ഷൻ ആയിരിക്കും. ഡൈനാമിക് ഇൻഡക്ഷൻ ആയിരിക്കും. സോ ഡൈനാമിക് ഇൻഡക്ഷൻ നമുക്കറിയാം എങ്ങനെയായിരുന്നു. either conductor or magnetic field or both has to be moved in order to produce അല്ലെങ്കിൽ induce EMF in a conductor എന്നാണ് ഡൈനാമിക് ഇൻഡക്ഷൻ നമുക്കറിയാം. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF-നെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബേസിക് റിക്വയർമെന്റ് എന്താണ്? നമുക്ക് കണ്ടക്ടർ വേണം, മാഗ്നറ്റിക് ഫീൽഡ് വേണം. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫീൽഡ് വൈൻഡിങ് ഉണ്ടാകും. ആ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് ഡൈനാമിക് ഇൻഡക്ഷന്റെ മെയിൻ രണ്ട് റിക്വയർമെന്റ്സ് കണ്ടക്ടറും ഒന്ന് മാഗ്നറ്റിക് ഫീൽഡും. ഇതിൽ ഏതെങ്കിലും ഒരാൾ മൂവ് ചെയ്യണം. രണ്ടുപേരെയും ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരാൾ മൂവ് ചെയ്യണം. മാഗ്നറ്റിക് ഫീൽഡിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഫീൽഡ് വൈൻഡിങ് ഇലക്ട്രോ മാഗ്നറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിൽ ഫീൽഡ് വൈൻഡിങ് ഉണ്ടാകും. ആ ഫീൽഡ് വൈൻഡിങ്ങിന് DC സപ്ലൈ കൊടുക്കുമ്പോൾ ഫീൽഡ് വൈൻഡിങ്ങിലൂടെ DC കറണ്ട് ഫ്ലോ ചെയ്യുകയും അത് കാരണം ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് റെഡിയായി. വാട്ട് അബൌട്ട് കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർമേച്ചർ വൈൻഡിങ്സ് ആണ്. നമുക്ക് വൈൻഡിങ് പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോർ ഉണ്ടാകും. ഏത് വൈൻഡിങ്ങിലാണോ EMF ഇൻഡ്യൂസ് ചെയ്യേണ്ടത് ആ വൈൻഡിങ് പ്ലേസ് ചെയ്യാൻ ഒരു കോർ ഉണ്ടാകും. എന്താണ്? കേട്ടില്ല. DC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഡൈനാമിക്കൽ ഇൻഡക്ഷന് രണ്ട് കണ്ടീഷൻ, കണ്ടക്ടറും വേണം, മാഗ്നറ്റിക് ഫീൽഡും വേണം. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. DC സപ്ലൈ is given to field winding in order to produce a magnetic field. ഇതിൽ ആര് റൊട്ടേറ്റ് ചെയ്യുന്നുള്ളതെന്നോ മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പിന്നീട് വേണ്ടത് കണ്ടക്ടേഴ്സ് ആണ്. കണ്ടക്ടേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആർമേച്ചർ വൈൻഡിങ് ആണ്. ഈ ആർമേച്ചർ വൈൻഡിങ്ങിൽ വേണം EMF ഇൻഡ്യൂസ് ചെയ്യാൻ. ആർമേച്ചർ വൈൻഡിങ് കൊണ്ട് വെച്ചിരിക്കുന്ന പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു കോറിലാണ്. ആ കോറിന്റെ പേര് ആർമേച്ചർ കോർ. ആർമേച്ചർ കോറിൽ സ്ലോട്ട് ഉണ്ട്. സ്ലോട്ടിലാണ് ആർമേച്ചർ വൈൻഡിങ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ആർമേച്ചർ വൈൻഡിങ്ങും ഉണ്ട്, ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട്. ഇതിൽ ആര് റൊട്ടേറ്റ് ചെയ്യും എന്ന് ചിന്തിച്ചപ്പോൾ സിൻക്രണസ് മെഷീന്റെ കേസിൽ നമ്മൾ സ്റ്റേറ്റർ ആക്കി എടുത്തിരിക്കുന്ന, റൊട്ടേറ്റ് ചെയ്യാത്തതായിട്ട് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നത് ആർമേച്ചറും റോട്ടർ ആയിട്ട് എടുക്കുന്നത് ഫീൽഡ് പോൾസിനെയുമാണ്. എപ്പോഴും ഇങ്ങനെയാണോ എടുക്കുന്നത്? അല്ല.
ഇൻ ദി കേസ് ഓഫ് ഡി സി മെഷീൻസ്, നിങ്ങൾ ബിടെക്കിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതും നോക്കും. ഇൻ ഡി സി മെഷീൻസ് അവിടെയും സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. അവിടെ സ്റ്റേറ്റർ ആയിട്ട് എടുക്കുന്നത് ഫീൽഡ് പോൾസിനെയും, ഫീൽഡ് പോൾസ് എന്ന് വെച്ചാൽ ഈ ഫീൽഡ് പോൾ കോറിലാണ് ഫീൽഡ് വൈൻഡിങ് വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഫീൽഡ് വൈൻഡിങ്ങിലാണ് നമ്മൾ ഡി സി സപ്ലൈ കൊടുക്കുന്നത്. ആ ഡി സി സപ്ലൈ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് എക്സൈറ്റേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈറ്റേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ ഡി സി സപ്ലൈ കൊടുത്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എന്താ, എക്സൈറ്റേഷൻ. അപ്പൊ എക്സൈറ്റേഷൻ കൊടുക്കേണ്ട ഫീൽഡ് വൈൻഡിങ് എവിടെ ഇരിക്കുന്നത്, ഫീൽഡ് പോളിന്റെ കോറിലാണ് ഇരിക്കുന്നത്. ഡി സി മെഷീനിൽ ഫീൽഡ് പോൾ സ്റ്റേഷനറി ആണ്. അവിടെ റൊട്ടേറ്റിംഗ് എലമെന്റ് ആരായിരുന്നു, ആർമേച്ചർ ആയിരുന്നു. അവിടെ റോട്ടറായിട്ട് ആർമേച്ചർ എടുക്കാൻ കാരണം നമുക്കറിയാം, ഈ ലോകത്ത് എവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്താലും ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എ സി വാല്യൂ ആയിരിക്കും, എ സി വാല്യൂ ആയിരിക്കും. ആർമേച്ചർ വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, പക്ഷെ അവിടുത്തെ മെഷീന്റെ പേരെന്തായിരുന്നു, ഡി സി മെഷീൻ. അപ്പൊ ഞാൻ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഡി സി ആണ്. ഡി സി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന എ സി വോൾട്ടേജിനെ ഡി സി ആക്കണം. അതിന് എനിക്ക് ഒരിക്കലും ഇലക്ട്രോണിക് റെക്ടിഫയറിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് എക്കണോമിക്കലി ഫീസിബിൾ. അപ്പോൾ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമ്മ്യൂട്ടേറ്റർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെക്കാനിക്കൽ റെക്ടിഫയർ. കമ്മ്യൂട്ടേറ്റർ എന്ത് ചെയ്യും, എ സിയെ ഡി സി ആക്കി പുറത്തേക്ക് തരും. അത് ഡി സി മെഷീനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ കമ്മ്യൂട്ടേറ്റർ എ സിയെ ഡി സി ആക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ദിസ് കമ്മ്യൂട്ടേറ്റർ ഈസ് കണക്റ്റഡ് ടു ദി ഷാഫ്റ്റ് ഓഫ് ദി ആർമേച്ചർ. അതിൽ ചെയ്യുന്നത്, ഈ ആർമേച്ചറിൽ നിന്ന് വരുന്ന കറണ്ടിനെ എല്ലാ ഹാഫ് സൈക്കിളും എന്ത് ചെയ്യും, കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇറ്റ് റിവേഴ്സസ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി ആർമേച്ചർ വൈൻഡിങ്. ആർമേച്ചർ വൈൻഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന കറണ്ട് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും. അപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന കറണ്ട് നമുക്ക് പുറത്തുണ്ടായിട്ട് കിട്ടും, പോസിറ്റീവായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ എ സി ടു ഡി സി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഡി സി മെഷീനില് കമ്മ്യൂട്ടേറ്റർ വേണമെന്ന സാഹചര്യം ഇരിക്കെ, കമ്മ്യൂട്ടേറ്റർ കറങ്ങിയാൽ മാത്രമേ നമുക്ക് എ സിയെ ഡി സി ആക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആർമേച്ചർ അവിടെ എന്ത് ചെയ്തേ മതിയാകൂ, കറങ്ങിയേ മതിയാകൂ. അതുകൊണ്ട് മാത്രമാണ് ഡി സി മെഷീനിൽ റോട്ടർ ആക്കി വെച്ചത് ആർമേച്ചറിനെ. ആ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഈ കമ്മ്യൂട്ടേഷൻ നമ്മൾ ഡി സി മെഷീനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഗുഡ്. അപ്പൊ റോട്ടർ അവിടെ ആർമേച്ചർ ആയിരുന്നു, സ്റ്റേറ്റർ ഫീൽഡ് പോൾസും ആയിരുന്നു. കമ്മിങ് ബാക്ക് ടു സിൻക്രണസ് മെഷീൻസ്. സിൻക്രണസ് മെഷീൻസ് എടുത്തപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കേസ്, എക്സൈറ്റേഷന് വേണ്ടിയിട്ട് എക്സൈറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡി സി സപ്ലൈ ആണ്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറൌണ്ട് 600 വോൾട്ട് വല്ലതും ആയിരിക്കും. ഇറ്റ് വിൽ ബി ഇൻ വോൾട്ട്സ് ആയിരിക്കും. പക്ഷെ ആർമേച്ചറിൽ, എന്റെ ആർമേച്ചർ വൈൻഡിങ്സ് ഇരിക്കുന്ന ആർമേച്ചറിലെ ഈ ആർമേച്ചർ വൈൻഡിങ്സിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് വിൽ ബി ഇൻ കിലോ വോൾട്ട്സ്. അത് അത്രയും വലിയ വോൾട്ടേജ് ആയിരിക്കും ആ ആർമേച്ചർ വൈൻഡിങ്സിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അവിടുത്തെ പവർ റേറ്റിംഗ് വളരെ വലുതായിരിക്കും. എന്റെ ആർമേച്ചറിൽ ഇരിക്കുന്ന വൈൻഡിങ് എന്ന് പറയുന്നത് 3 ഫേസ് വൈൻഡിങ് ആണ്. ഈ 3 ഫേസ് വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന പവർ ഹൈ പവർ ആയിരിക്കും. റോട്ടറിലുള്ള പവറോ, ഫീൽഡിൽ കൊടുക്കുന്ന ഡി സി സപ്ലൈ ചെറിയ വോൾട്ടേജ് ആണ് കമ്പാരിറ്റീവ്ലി. സോ ലെസ് പവർ ആണ് എവിടെത്തത്, ഡി സി സപ്ലൈയിലുള്ളത്. അത് ഓർത്ത് വെക്കുക. പക്ഷെ വാട്ട് അബൌട്ട് സ്റ്റേറ്റർ? സ്റ്റേറ്റർ അഥവാ നമ്മുടെ ആർമേച്ചർ, സ്റ്റേറ്ററില് അതായത് ആർമേച്ചറില് ഇരിക്കുന്ന വൈൻഡിങ്സില് ഉണ്ടാകുന്ന വോൾട്ട്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഇൻ കെ വിയിലായിരിക്കും. അവിടുത്തെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ പവർ റേറ്റിംഗ് ആയിരിക്കും. ഇത്രയും ബേസിക് ക്ലിയർ ആണല്ലോ. എന്റെ ഉദ്ദേശം കൺസ്ട്രക്ഷനോ വർക്കിങ്ങോ ഒന്നും അല്ല, വേറെ കുറച്ച് കൺസെപ്റ്റിലേക്ക് പോകലാണ്. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഗുഡ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റേറ്ററിനെ അല്ലെങ്കിൽ ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി, എന്ത് ഉപയോഗമാണുള്ളത്?
അത് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ബിടെക്കിൽ നിങ്ങൾ പഠിക്കുന്ന കേസ് തന്നെയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റേഷനറി ആർമേച്ചർ. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റേഷനറി ആർമേച്ചർ. ഫസ്റ്റ് പോയിന്റ്, മോർ എക്കോണമിക്കൽ. എപ്പോ? വെൻ കമ്പയർ വിത്ത് റൊട്ടേറ്റിംഗ് ആർമേച്ചർ, സ്റ്റേഷനറി ആർമേച്ചർ ഉള്ള മെഷീൻ ആണ് കൂടുതൽ എക്കണോമിക്കൽ. എന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കുകയാണെ. നിങ്ങൾ ബേസിക്കലി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊരു റൊട്ടേറ്റിംഗ് എലമെന്റിലോട്ടും കറണ്ട് കൊടുക്കാനും എടുക്കാനും നമുക്ക് ബ്രഷ് സ്ലിപ്പ് റിംഗ് സെറ്റപ്പ് വേണം. ഡി സി മെഷീനിൽ കമ്മ്യൂട്ടേഷനും കൂടെ ഉള്ളത് കൊണ്ട് അവിടെ യൂസ് ചെയ്യുന്നത് ബ്രഷും സ്പ്ലിറ്റ് റിംഗ്സും ആണ്. ഡി സി മെഷീനില് ബ്രഷ് പ്ലസ് സ്പ്ലിറ്റ് റിംഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എ സി മെഷീന്റെ കേസിൽ, സിൻക്രണസ് മെഷീന്റെ കേസിൽ ബ്രഷും സ്ലിപ്പ് റിംഗും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രഷ് ആൻഡ് സ്ലിപ്പ് റിംഗ് വേണം. എന്തിനി? ഒരു കറങ്ങുന്ന വസ്തുവിലേക്ക് കറണ്ട് എടുക്കാനോ കൊടുക്കാനോ നമുക്ക് സ്ലിപ്പ് റിംഗ് ബ്രഷ് കോമ്പിനേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ ആർമേച്ചറിൽ 3 ഫേസ് വൈൻഡിങ് ആണ്. അവിടെ മൊത്തം 3 ടെർമിനൽസ് വേണം. ആർമേച്ചറിൽ മൊത്തം 3 ടെർമിനൽസ് വേണം 3 ഫേസ് ആയതുകൊണ്ട്. പക്ഷെ ഫീൽഡ് വൈൻഡിങ്ങിന്റെ കേസിലാണെങ്കിലോ 2 ടെർമിനൽസ് മതി. ഡി സി സപ്ലൈ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഈ കറങ്ങുന്ന സാധനം ഏതാണോ അതിന് നമുക്ക് എന്ത് വേണം? സ്ലിപ്പ് റിംഗ് വേണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരെ കറക്കുന്നതാണ് നമുക്ക് എക്കണോമിക്കല്? ആർമേച്ചറിനെ കറക്കുന്നതാണോ അതോ ഫീൽഡ് വൈൻഡിങ്ങിനെ കറക്കുന്നതാണോ? ഫീൽഡ് വൈൻഡിങ്. സ്ലിപ്പ് റിംഗ്സ് ആർ റിക്വയർഡ് ടു ഗിവ് ബർ ടേക്ക് അല്ലെങ്കിൽ ഡ്രോ current from a rotating element. For an armature, it has 3 phase windings. So 3 terminals are there. ആർമേച്ചറിൽ മൊത്തം 3 ടെർമിനൽസ് വരും. വൈൻഡിങ്ങിന്റെ എൻഡില് 3 ടെർമിനൽസ് ഉള്ളതുകൊണ്ട് തന്നെ സോ 3 സ്ലിപ്പ് റിംഗ്സ് should be required if armature is rotating. കറക്കുന്നത് ആർമേച്ചറിനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 3 സ്ലിപ്പ് റിംഗ്സ് വേണ്ടി വരും. ബട്ട് if field pole is rotated, it requires only 2 slip rings because it is excited using DC supply. Concept clear ആണ്. അപ്പൊ നമുക്ക് ഒരു സ്ലിപ്പ് റിംഗ് ലാഭിച്ചില്ലേ? അപ്പൊ കോസ്റ്റ് ഓഫ് സ്ലിപ്പ് റിംഗ് നമുക്ക് അവിടെ ലാഭിച്ചു. Along with that, thus one slip ring requirement is reduced. നമുക്ക് ഒരെണ്ണം കുറച്ച് മതി. ഓൾസോ ഈ ഓരോ സ്ലിപ്പ് റിംഗിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സ്ലിപ്പ് റിംഗിന്റെ റെസിസ്റ്റൻസ് 6 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്താൽ 3 സ്ലിപ്പ് റിംഗുകളിലൂടെയും ഞാൻ എന്റെ ആർമേച്ചർ ആണ് റൊട്ടേറ്റിംഗ് എങ്കിൽ 3 സ്ലിപ്പ് റിംഗുകളിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? 3 × I²R എന്തൊരു പവർ ലോസ്. അതെ, 3 × I²R എന്ന് പറയുന്ന ലോസ് ആയിരിക്കും എവിടെ ഉണ്ടാകുന്നത്? സ്ലിപ്പ് റിംഗിൽ ഉണ്ടാകുന്നത്. ഏതിന്റെ കേസിൽ? ഇഫ് ആർമേച്ചർ വാസ് റൊട്ടേറ്റിംഗ്. പക്ഷെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പോൾസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 2 സ്ലിപ്പ് റിംഗേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2I²R ആയിരിക്കും അവിടുത്തെ ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? പവർ ലോസ് at slip ring will be less if
field pole is rotated instead of armature. ആ കൺസെപ്റ്റ് ക്ലിയർ ആയി. നെക്സ്റ്റ്, ബെറ്റർ ഇൻസുലേഷൻ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, എന്ത് ഫാക്ടറാണ് ഇൻസുലേഷന്റെ ലെവലിനെ തീരുമാനിക്കുന്നത്? വോൾട്ടേജ്. ഗുഡ്. ഇൻസുലേഷൻ തീരുമാനിക്കുന്നത് വോൾട്ടേജ് ലെവലാണ്. ഇനി എ സി സപ്ലൈ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഏത് വോൾട്ടേജിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? RMS ആണോ, ആവറേജ് ആണോ, മാക്സിമം? ഗുഡ്. മാക്സിമം വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ കൺസെപ്റ്റ് അവിടെ സൈഡിലിരിക്കട്ടെ. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബെറ്റർ ഇൻസുലേഷൻ. ബെറ്റർ ഇൻസുലേഷൻ. അപ്പോ നമ്മളില് രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഒന്ന് റോട്ടറും ഉണ്ട്, സ്റ്റേറ്ററും ഉണ്ട്. ഈ രണ്ടുപേരെ നമുക്ക് ഇൻസുലേറ്റ് ചെയ്തല്ലേ മതിയാകൂ. ഏതും ആയിക്കോട്ടെ, ആര് റൊട്ടേറ്റിംഗ് ആയിക്കോട്ടെ, ആർമേച്ചറോ ഫീൽഡ് വൈൻഡിങ് ആര് റൊട്ടേറ്റ് ചെയ്യട്ടെ, എന്തായിരുന്നാലും നമുക്ക് റോട്ടറിനെയും സ്റ്റേറ്ററിനെയും എന്ത് ചെയ്തേ മതിയാവൂ? ഇൻസുലേറ്റ് ചെയ്തേ മതിയാവൂ. ഞാൻ വോൾട്ടേജ് ലെവൽ നോക്കുമ്പോൾ റോട്ടറിന്റെ കേസില് ഇൻസുലേഷന്റെ ലെവല് റോട്ടറിനും സ്റ്റേറ്ററിനും കൊടുക്കണം. ഇതിൽ ഇൻസുലേഷൻ എപ്പോഴും കൊടുക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് വരുന്ന സെക്ഷനെ സ്റ്റേഷനറി ആക്കി വെക്കുമ്പോഴാണ് നമുക്ക് ഇൻസുലേഷൻ കൊടുക്കാൻ എളുപ്പം. ബിക്കോസ് ഇൻസുലേഷൻ ലെവൽ കൂടുന്തോറും ആ സിസ്റ്റം എന്ത് ചെയ്യാണ്? കൂടുതൽ കൂടുതൽ ഹെവിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം സിസ്റ്റത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഇൻസുലേറ്റ് ഹൈ വോൾട്ടേജ് സെക്ഷൻ വിച്ച് ഷുഡ് ബി സ്റ്റേഷനറി. ഹൈ വോൾട്ടേജ് ആണ് ആ ഒരു എലമെന്റ് എങ്കിൽ അതിനെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് ഇൻസുലേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അത് കൂടുതൽ ഹെവിയർ ആകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ റോട്ടർ ആയിട്ട് നമ്മൾ എന്തിനെ എടുക്കുകയാണ്? ഫീൽഡിനെ എടുക്കുകയാണ്, ഫീൽഡ് പോൾസിനെ എടുക്കുകയാണ്. അവിടുത്തെ വൈൻഡിങ്ങിന്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറൌണ്ട് 125 വോൾട്ട് ടു 600 വോൾട്ട് ആയിരിക്കും. പക്ഷെ ആർമേച്ചർ വൈൻഡിങ്സിന്റെ കേസിലോ, ആർമേച്ചർ വൈൻഡിങ്സിൽ ഇറ്റ് വിൽ ബി ഇൻ കിലോ വോൾട്ട്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹൈ ഇൻസുലേഷൻ വേണ്ടത് ആർക്കാണ്? ആർമേച്ചറിനാണ്. ഹൈ ഇൻസുലേഷൻ വേണ്ടത് ആർമേച്ചറിനാണ്. ലോവർ ലെവൽ ഇൻസുലേഷൻ വേണ്ടത് ഫീൽഡ് വൈൻഡിങ്സിനാണ്. അപ്പോൾ ഹൈ ഇൻസുലേഷൻ വേണ്ട സാധനത്തിനെ സ്റ്റേഷനറി ആക്കി തന്നെ വെക്കുക. ഇത് സ്റ്റേറ്റർ ആയതുകൊണ്ടല്ല ഹൈ ഇൻസുലേഷൻ വേണ്ടി വന്നത്. ഇത് ഹൈ ഇൻസുലേഷൻ വേണ്ടി വന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ സ്റ്റേറ്റർ ആക്കാൻ തീരുമാനിച്ചത്. കമ്പാരിറ്റീവ്ലി ലോവർ ലെവൽ ഓഫ് ഇൻസുലേഷൻ മതി എന്റെ ഫീൽഡ് പോൾസിന്. അതുകൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു? റോട്ടർ ആക്കി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ഇൻസുലേഷൻ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ, ഇത് റൊട്ടേറ്റിംഗ് എലമെന്റ് അല്ലേ, ഇത്രയും ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹെവിയർ ആയിപ്പോകും. സോ ഇൻസുലേഷൻ ലെവൽ നമുക്ക് കുറയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ഇൻസുലേഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ഹൈ ഇൻസുലേറ്റഡ് പാർട്ട് ഷുഡ് ബി സ്റ്റേറ്റർ. അതൊന്ന്. നെക്സ്റ്റ്, ഇനി കൂളിംഗിന്റെ കേസ് നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ബെറ്റർ കൂളിംഗ് അല്ലെങ്കിൽ എഫിഷ്യന്റ് കൂളിംഗ്. കൂളിംഗ് ഡക്സ് ഒക്കെ കൊടുത്ത് നമ്മൾ കൂള് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റം എന്താവുകയാണ്? കൂടുതൽ കൂടുതൽ ഹെവിയർ ആവുകയാണ്. സോ എപ്പോഴും സ്റ്റേഷനറി ആയിരിക്കുന്ന സെക്ഷൻ, ഹൈ വോൾട്ടേജിലുള്ള സ്റ്റേഷനറി ആയിട്ടുള്ള സെക്ഷൻ, ഹൈ പവർ റേറ്റിംഗ് ഉള്ള സ്റ്റേഷനറി ആയിട്ടുള്ള സെക്ഷൻ ആണെങ്കിലാണ് അവിടെ കൂളിംഗ് മോർ എഫിഷ്യന്റ് ആകുന്നത്. ഇവിടെ നമുക്ക് രണ്ട് സൈഡും, റോട്ടറിനും കൂളിംഗ് വേണം, അതുപോലെ തന്നെ സ്റ്റേറ്ററിനും വേണം. അതായത് ഫീൽഡ് പോൾസിനും വേണം, ആർമേച്ചർ വൈൻഡിങ്സിനും കൂളിംഗ് വേണം. അപ്പൊ ഞാൻ നോക്കി ഇതിൽ ഏതിനാണ് കൂടുതൽ പവർ റേറ്റിംഗ് ഉള്ളത്? ആർക്കാണ്? ആർമേച്ചർ വൈൻഡിങ്ങിനാണ്. കൂടുതൽ പവർ റേറ്റിംഗ് ഉള്ള ആളെ സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് നമുക്ക് കൂൾ ചെയ്യാം. കാരണം എന്തുകൊണ്ട്? കൂടുതൽ പവർ റേറ്റിംഗ് ഉള്ളിടത്ത് വേണം കൂടുതൽ കൂളിംഗ് വേണ്ടത്. കൂടുതൽ കൂളിംഗ് ആകും തോറും കൂടുതൽ ബൾക്കി ആണ്. കൂടുതൽ ബൾക്കി ആകും തോറും അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് ബുദ്ധിമുട്ടാകുകയാണ്. സോ armature winding should be stator so that efficient cooling can be given. അത് ക്ലിയർ ആണ് കൺസെപ്റ്റ്? ഓക്കെ. നെക്സ്റ്റ്, ഓപ്ഷൻ ഡി, മോർ ഔട്ട്പുട്ട്.
ഇതൊരു മോട്ടർ ആയിക്കോട്ടെ ജനറേറ്റർ ആയിക്കോട്ടെ, അവിടെ ഔട്ട്പുട്ട് തീരുമാനിക്കുന്ന ആരാണ് ആക്ച്വലി? സ്പീഡ് ഓഫ് ദി റോട്ടർ. ബൾക്കി ആയിട്ടുള്ള ആളെയാണോ കൂടുതൽ സ്പീഡ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നത്? ബൾക്കി അല്ലാത്തതാണോ? ബൾക്കി അല്ലാത്തതിനാണ്. സോ ഇവിടത്തെ കേസിൽ എനിക്ക് മോട്ടറാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ സ്പീഡ് കൂടുതൽ കിട്ടണമെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആരെ ആയിരിക്കണം? ഫീൽഡ് പോള് റൊട്ടേറ്റിംഗ് ആയിരിക്കണം. ഫീൽഡ് പോള് ഷുഡ് ബി റൊട്ടേറ്റിംഗ് to obtain higher speed hyphen higher output. ക്ലിയർ ആണ്? സ്പീഡ് കൂട്ടുന്ന വേണ്ടിയിട്ട് ആർമേച്ചറിന് എനിക്ക് വെക്കാൻ പറ്റില്ല, അത് ബൾക്കി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഹയർ സ്പീഡിൽ കറക്കാൻ പറ്റത്തില്ല, സ്പീഡ് ലിമിറ്റേഷൻസ് വരും, അതുകൊണ്ട് തന്നെ ഹയർ ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഫീൽഡ് പോൾ ഷുഡ് ബി മേഡ് റൊട്ടേറ്റിംഗ് ടു ഒബ്റ്റെയിൻ മോർ ഔട്ട്പുട്ട് ആൻഡ് മോർ സ്പീഡ്. ആ കൺസെപ്റ്റ് ക്ലിയർ ആണ്? ഓക്കെ, നെക്സ്റ്റ്. കൺവീനിയന്റ് കൺസ്ട്രക്ഷൻ. ഇത് സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇതിൽ പറയുന്നത് നിങ്ങൾ ഡി സി മെഷീനിൽ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്തായിരുന്നു ബാക്ക് ഇ എം എഫ്? അത് മോട്ടറിലാണ് ഉണ്ടാകുന്നത്. ബാക്ക് ഇ എം എഫ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അവിടുത്തെ കേസ് ജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആർമേച്ചർ റൊട്ടേറ്റിംഗ് ആണ്, ഫീൽഡ് സ്റ്റേഷനറി ആണ്. എന്റെ ആർമേച്ചർ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ആർമേച്ചർ വൈൻഡിങ്ങിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഡി സി ജനറേറ്റർ. മോട്ടറിന്റെ കേസിലാണെങ്കിലോ വി ഗീവ് സപ്ലൈ ടു ബോത്ത് ഫീൽഡ് വൈൻഡിങ് ആസ് വെൽ ആസ് ആർമേച്ചർ വൈൻഡിങ്. എന്ത് പറ്റും? ആർമേച്ചർ കറണ്ടും ഫീൽഡ് കറണ്ടും കാരണം ഉണ്ടാകുന്ന ഫ്ലക്സുകൾ തമ്മിൽ ആക്ട് ഓൺ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ടോർക്ക് ഡെവലപ്പ് ചെയ്ത് ആർമേച്ചർ കറങ്ങുന്നു ബൈ ലോറൻസ് ലോ. ലോറൻസ് ലോ വെച്ചിട്ട് നമ്മുടെ ആർമേച്ചർ കറങ്ങുന്നു. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഈ ആർമേച്ചർ കറങ്ങുന്നു, അത് എന്റെ മോട്ടറാണ്, അതും ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇത് എവിടെ ഇരുന്നാ കറങ്ങുന്നത്? എന്റെ മാഗ്നറ്റിക് ഫീൽഡില്. ഓക്കെ, ബൈ ലോറൻസ് ലോയിൽ അത് കറങ്ങി തുടങ്ങി മോട്ടറായിട്ട് ആക്ട് ചെയ്യുന്നു, എല്ലാം സംഭവിച്ചു. ഏറ്റവും ലാസ്റ്റ് പക്ഷെ എന്ത് സംഭവിക്കുകയാണ്? ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്റെ ആർമേച്ചർ അവിടെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ, അതിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലായിരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ആർമേച്ചർ വൈൻഡിങ്ങിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അവസാനം അതിന്റെ പേരെന്താണ്? ബാക്ക് ഇ എം എഫ്. ഇതുപോലെ നേരെ തിരിച്ചും വരും ജനറേറ്ററിന്റെ കേസിൽ. എന്താണ്? എന്റെ ഡി സി മെഷീന്റെ കേസിൽ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സ്റ്റേഷനറി ആണ്. ആർമേച്ചറിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചറിന്റെ വൈൻഡിങ്ങിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അത് ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അവിടെ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ആർമേച്ചർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആർമേച്ചർ കറണ്ട് കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഉണ്ട്. ഞാൻ ആർമേച്ചർ റിയാക്ഷനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. അവർ തമ്മിൽ ആക്ട് ചെയ്ത് ബൈ ലോറൻസ് ലോ അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ജനറേറ്റർ, there will be a force developed in the armature. അത്തരം സിറ്റുവേഷൻ വരുമ്പോൾ ഈ സിൻക്രണസ് മെഷീന്റെ കേസ് എടുക്കുമ്പോൾ ഈ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ആർമേച്ചർ സ്റ്റേഷനറി ആയിരിക്കുമ്പോഴാണ് ഇറ്റ് വിൽ ഹാവ് എ ലെസ് എഫക്റ്റ്. ആർമേച്ചർ റൊട്ടേറ്റിംഗ് ആയിരുന്നെങ്കിൽ അവിടെ മെക്കാനിക്കൽ ഇൻസ്റ്റെബിലിറ്റിക്കുള്ള സാധ്യത കൂടുതലായിരുന്നേനെ. ആ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ഗുഡ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഗുഡ്. സോ ഇവിടെ the armature winding can be placed in a better way against electromagnetic forces if it is a stator. If it was a rotor, then
it may undergo mechanical vibrations. സിൻക്രോണസ് സ്പീഡിൽ കറങ്ങേണ്ട മെഷീൻ ആണ്. അവിടെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഫോഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്റെ സ്റ്റേറ്ററിന്റെ സ്പീഡിൽ മാറ്റം വരും. ഇറ്റ് വിൽ ലീഡ് ടു മെക്കാനിക്കൽ ഇൻസ്റ്റബിലിറ്റി. സോ അവർ സ്റ്റേറ്ററിന്റെ സ്പീഡ് മീൻസ് ആർമേച്ചർ റൊട്ടേറ്റിംഗ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഈ ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സിൻക്രോണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യേണ്ട സാധനമാണ്. അതിനെന്ത് പറ്റും? ഫോഴ്സും കൂടെ വരുമ്പോൾ അതിന്റെ സ്പീഡിൽ വേരിയേഷൻ വരുന്നു. അത് മെക്കാനിക്കൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ചു? ഫീൽഡ് പോളിനെയാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അവിടെ ഫീൽഡ് പോളിനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ ആർമേച്ചർ വൈൻഡിങ് അല്ല. ആർമേച്ചർ വൈൻഡിങ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. സോ ആർമേച്ചർ വൈൻഡിങ്ങിലെ ടോർക്ക് അത്രയും എഫക്റ്റീവ് അല്ല സിൻസ് ഇറ്റ് ഈസ് സ്റ്റേഷനറി. അതുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ആർമേച്ചർ വൈൻഡിങ്ങിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു. ഇത്രയും കൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് അടുത്തത് ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ്, അതായത് ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് ഡി സി മെഷീന്റെ പവർ റേറ്റിംഗ് ഓഫ് ഡി സി മെഷീൻ ഈസ് വെരി ലോ കമ്പയർഡ് ടു എ സി മെഷീൻസ്. എന്തുകൊണ്ട്? ഡി സി മെഷീനകത്ത് എനിക്ക് ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്തേ മതിയാകൂ. ആർമേച്ചറിന്റെ പവർ അത്രയും വലുതാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മെക്കാനിക്കൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ വാല്യൂ വളരെ വലുതായിരിക്കും. സോ ഇറ്റ് മേ അണ്ടർഗോ മെക്കാനിക്കൽ വൈബ്രേഷൻ. അത് മെക്കാനിക്കൽ ഇൻസ്റ്റബിലിറ്റിക്ക് കാരണമാകും ഡി സി മെഷീനില്. അതുകൊണ്ടാണ് ഇവിടെ എ സി മെഷീനായപ്പോ എന്ത് പറ്റി? റൊട്ടേറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്ന ഫീൽഡ് വൈൻഡിങ് ആണ്. എന്റെ ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ടുണ്ട്. ആർമേച്ചറിന്റെ പവർ അല്ലേ എന്റെ എ സി മെഷീന്റെ പവറിനെ തീരുമാനിക്കുന്നത്. എ സി മെഷീൻ ആയാലും ഡി സി മെഷീൻ ആയിരുന്നാലും ആർമേച്ചറിന്റെ പവറാണ് മെഷീന്റെ പവർ റേറ്റിംഗ് തീരുമാനിക്കുന്നത്. ഇവിടെ എ സി മെഷീൻ ആയപ്പോ സ്റ്റേറ്റർ ആർമേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ എത്ര ഹൈ പവർ എടുത്താലും നമുക്ക് ഡി സി മെഷീനിൽ ഈ ഇഷ്യൂ വരുന്നില്ല. ഡി സി മെഷീനിൽ ഹൈ പവർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മേ അണ്ടർഗോ വെരി ഹൈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ്. കാരണം അവിടെ റൊട്ടേറ്റിംഗ് എലമെന്റ് ആർമേച്ചർ ആണ്. ആ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം ക്ലിയർ ആവുന്നുണ്ടോ? ഏതാ ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണോ? ഓക്കെ, അത് പറഞ്ഞുതരാം. എന്ന് വെച്ചാല് പവർ കൂടുന്നു ഇൻ ആർമേച്ചർ മീൻസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് കൂടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പവർ കൂടുന്നതനുസരിച്ച് ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ കൂടുന്നു മീൻസ് അവിടെ സ്വാഭാവികമായിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് കൂടും. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഫോഴ്സ് ഫേസ്ഡ് ബൈ ആർമേച്ചർ കൂടും. ഓക്കെ, ഇത് ഏത് മെഷീൻ ആയിരുന്നാലും അങ്ങനെയാണ്, ഡി സി ആയിക്കോട്ടെ എ സി ആയിക്കോട്ടെ. ഇനി ഇഫ് ആർമേച്ചർ ഈസ് റൊട്ടേറ്റിംഗ് ഫോർ ഹൈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോമോട്ടീവ് എന്ന് എടുക്കല്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഹൈ ആണെങ്കിൽ എന്ത് പറ്റും? ഹൈ ആയിരിക്കും മെക്കാനിക്കൽ instability. Okay, if armature is stationary for high power, high electromagnetic force high ആയിരിക്കും. ആ ടൈമിൽ എന്ത് പറ്റും? ലോ ആയിരിക്കും കമ്പാരിറ്റീവ്ലി മെക്കാനിക്കൽ ഇൻസ്റ്റെബിലിറ്റി. മെക്കാനിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആരെ ബാധിക്കുന്നത്? എന്റെ ആർമേച്ചറിലാണ് ഇത് മെയിൻ ആയിട്ട് ബാധിക്കുന്നത്. എന്തുകൊണ്ട്? ആർമേച്ചർ ഇരിക്കുന്ന കണ്ടക്ടേഴ്സിലാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ആർമേച്ചറിന്റെ പവർ വലുതാക്കി വെച്ചിട്ട് ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോട്ടറിന്റെ മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി അത് ബാധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഡി സി മെഷീൻ എന്തായിരുന്നാലും റൊട്ടേറ്റിംഗ് ആർമേച്ചർ ഉണ്ടായേ മതിയാകും. ആ റൊട്ടേറ്റിംഗ് ആർമേച്ചറിന്റെ പവർ റേറ്റിംഗ് വളരെ വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ആർമേച്ചർ നേരിടേണ്ടി വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. സോ ഇറ്റ് മേ ലീഡ് ടു മെക്കാനിക്കൽ ഇൻസ്റ്റബിലിറ്റി. അതുകൊണ്ട് തന്നെ ഡി സി മെഷീന്റെ പവർ റേറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചായിരിക്കും വെച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ബി വെരി ലോ വെൻ കമ്പയർഡ് ടു എ സി മെഷീൻ. എ സി മെഷീനിൽ പവർ റേറ്റിംഗ് കൂടുതൽ എന്ന് വെച്ചാൽ
അവിടെ ആർമേച്ചർ ഡെവലപ്പ് ചെയ്യുന്ന പവർ കൂടുതൽ ആയി എന്ന് വെച്ചുകൊണ്ട് അതിന്റെ റോട്ടറിന്റെ മെക്കാനിക്കൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നില്ല. കാര്യം അവിടെ റോട്ടർ ആരാണ്? ഫീൽഡ് വൈൻഡിങ് ആണ്, ആർമേച്ചർ അല്ല. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഗോപിക ക്ലിയർ ആയോ? ഓക്കെ, ശരി ശരി. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ഇതുവരെ പറഞ്ഞ ഓക്കെ അല്ലേ? അനന്തു എല്ലാരും ഓക്കെ അല്ലേ? അടുത്ത സെഷനിലോട്ട് കയറട്ടെ? ശരി. അടുത്തത് ജസ്റ്റ് ബേസിക് കൺസെപ്റ്റ് ഓഫ് സിൻക്രണസ് സ്പീഡ്. സിൻക്രണസ് സ്പീഡിന്റെ ജനറേഷനൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ചെറിയൊരു കൺസെപ്റ്റ് റിഗാർഡിങ് സിൻക്രണസ് സ്പീഡ്. സിൻക്രണസ് സ്പീഡിന്റെ കൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ എന്താണ് ഇലക്ട്രിക്കൽ ആംഗിള്, എന്താണ് മെക്കാനിക്കൽ ആംഗിള് അറിയാമോ? ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു DC മെഷീന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അതാ കുറച്ചും കൂടെ എളുപ്പം പറയാം. എന്റെ സ്റ്റേഷനറി പോൾസ് ഇവിടെ ഉണ്ട്, നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത്. ഇവിടെ നടുക്ക് റൊട്ടേറ്റിംഗ് എലമെന്റ് ഉണ്ട്. ഇതൊരു DC മെഷീൻ ആണെങ്കിൽ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു തരുന്നതാണ്. എക്സാമ്പിൾ DC മെഷീൻ. പോൾസ് എങ്ങനെ ആയിരിക്കണം? ദെയർ വൈൻഡിങ് ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മുടെ അടുത്തിരിക്കുന്ന പോൾസ് ഷുഡ് ബി ഓഫ് ഓപ്പോസിറ്റ് പൊളാരിറ്റി. അങ്ങനെ ആയിരിക്കണം പോൾസ് ഇരിക്കേണ്ടത്. നടുക്ക് ആരിരിപ്പുണ്ട്? ആർമേച്ചർ ഇരിപ്പുണ്ട്. ഇനി രണ്ട് പോളുകൾക്കിടയിലുള്ള അതായത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലെ അടുത്തിരിക്കുന്ന പോളുകൾക്കിടയിലുള്ള ഇലക്ട്രിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഇതിന്റെ ഡെഫിനിഷൻ അല്ല ഏട്ടാ ഞാൻ എഴുതുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആംഗിൾ ബിറ്റ്വീൻ ടു അഡ്ജസെന്റ് പോൾസ് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ ആംഗിൾ ബിറ്റ്വീൻ ടു അഡ്ജസെന്റ് പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ആയിരിക്കും. അതാണ് ഒരു പോൾ പിച്ച് എന്ന് പറയുന്നത്. ഒരു പോൾ പിച്ച്, രണ്ട് പോളുകൾക്കിടയിലുള്ള അകലം, അതെന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. പക്ഷേ അതിന്റെ മെക്കാനിക്കൽ ഡിഗ്രി ഇവിടെ എത്രയാണ്? ഈ ഒരു കേസിൽ മെക്കാനിക്കൽ ഡിഗ്രി 90 ആണ്. മൊത്തം കറങ്ങി വരുമ്പോഴത്തേക്കും എത്ര മെക്കാനിക്കൽ ഡിഗ്രി ഉണ്ട്? അതിന് എന്തൊക്കെ സംഭവിച്ചാലും 360 ഡിഗ്രി തന്നെ ആയിരിക്കും മെക്കാനിക്കൽ ഡിഗ്രി എന്ന് പറയുന്നത്, അല്ലെ? മൊത്തം കറങ്ങി വരുമ്പോ എത്ര പോൾസ് ഉണ്ടെങ്കിലും മെക്കാനിക്കൽ ഡിഗ്രി 360 ആയിരിക്കും. പക്ഷെ വാട്ട് അബൌട്ട് ഇലക്ട്രിക്കൽ ഡിഗ്രി? ഇവിടെ നോർത്ത് ടു സൗത്ത് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ, 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ഇവിടെ 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ഇവിടെ 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ഇവിടെ 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ടോട്ടൽ എത്ര ഇലക്ട്രിക്കൽ ഡിഗ്രി കിട്ടി? ഇവിടെ ടോട്ടൽ 720 ഇലക്ട്രിക്കൽ ഡിഗ്രി കിട്ടി. എത്ര പോൾസില്? 4 പോൾസില്. ക്ലിയർ ആണോ? അത് ടോട്ടൽ 360 ഡിഗ്രി മെക്കാനിക്കൽ. ഇവിടെ അതും ക്ലിയർ ആണ്. ഇതിൽ മാറ്റമില്ല. ഇവിടെ മാറിയ ആരാണ്? ഇലക്ട്രിക്കൽ ഡിഗ്രി ആണ്. അത് ആരെ ആശ്രയിച്ചിരുന്നു? നമ്പർ ഓഫ് പോൾസിനെ ആശ്രയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പോളിന്റെ എണ്ണം എന്തുപറ്റി? ചോദിച്ചോളൂ. അല്ലല്ല, രണ്ട് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലുള്ള പോൾസുകൾക്കിടയിലുള്ള ആംഗിൾ ഡിഫറൻസ് ആണ് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. അതാണ് ബേസിക്. 180 ഡിഗ്രി ഇലക്ട്രിക്കലിന് അവർക്കിടയിലുള്ള പോൾ പിച്ചിനെ പറയുന്നത്. വൺ ഫുൾ കംപ്ലീറ്റ് പോൾ പിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. ഇത് മെക്കാനിക്കലി ആണ് നമ്മൾ 90 ഡിഗ്രി എന്ന് പറയുന്നത്. അവർക്കിടയിൽ 180 ഡിഗ്രി പറയാൻ കാര്യം ഓപ്പോസിറ്റ് അല്ലേ പൊളാരിറ്റി. ഒരു സൈന് DC എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാണോ അവന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ സൗത്ത് പോളിന്റെ. അപ്പൊ അവന്റെ പൊളാരിറ്റി എന്താണ്? ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ 180 ഡിഗ്രി ഷിഫ്റ്റ് വന്നു അവിടെ. ക്ലിയർ ആയോ? അങ്ങനെ ഓർത്താലും മതി കൺസെപ്റ്റ്. അവർക്കിടയിലുള്ള ഇലക്ട്രിക്കൽ ഡിഫറൻസ് 180 ഡിഗ്രി ആണ്. ഓക്കെ ആണോ? ഓക്കെ.
അപ്പോ ഇവിടെ 720, ഇവിടെ 360 ആണ് മെക്കാനിക്കല്. ഇനി പോൾസിന്റെ എണ്ണം കൂട്ടിയാൽ എന്ത് പറ്റും? 6 പോൾ ആണെങ്കിൽ 2 180 കൊണ്ട് കയറി വന്ന് 360 കൊണ്ട് അവിടെ ആഡപ്പ് ആവും. ഇവിടെ ഇലക്ട്രിക്കലില്. മെക്കാനിക്കൽ റിമെയിൻസ് ദി സെയിം. അപ്പൊ ഇവര് രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാർഗം എന്താണ്? ഇപ്പോ ഇലക്ട്രിക്കൽ ഡിഗ്രി ആയിരിക്കും കമ്പാരിറ്റീവ്ലി വലിയ വാല്യൂ. അപ്പൊ സോ ഇലക്ട്രിക്കൽ angle theta E is equal to P/2 theta mechanical. ഇവിടെ 4 പോൾസ് വന്നുകൊണ്ട് പി എന്ന് വെച്ചാൽ വേർ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ്, പോൾ പെയർ അല്ല, നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, ഇവിടെ 4 പോൾസ് വന്നു. 4/2 2 ഇൻറ്റു തീറ്റ മെക്കാനിക്കൽ. തീറ്റ മെക്കാനിക്കൽ ഇവിടെ എത്രയായിരുന്നു? 360 ആയിരുന്നു. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക്കൽ ആംഗിൾ എത്ര വന്നു? 720 വന്നു. ഇതിന് 8 പോൾ ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? 8/2, അതായത് 4 ഇൻറ്റു 360 വന്നേനെ തീറ്റ ഇലക്ട്രിക്കൽ. കൺസെപ്റ്റ് ക്ലിയർ ആണ്? ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണ്? ഇത് വന്നത് എങ്ങനെയാണെന്നുള്ളത് തിരിഞ്ഞു പോകുമോ ഇനി? തീറ്റ ഇലക്ട്രിക്കൽ തീറ്റ മെക്കാനിക്കൽ ഇല്ലല്ലോ. അപ്പൊ അത് ഓർക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞത്. ഇക്വേഷൻ മാറിപ്പോരുത്. ഇനി ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്, d/dt of theta E is equal to d/dt of P/2 theta mechanical. d/dt of theta E എന്ന് വെച്ചാൽ എന്താണ്? ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു P/2 കോൺസ്റ്റന്റ് ആണ്. P/2 ഇൻറ്റു d/dt of theta mechanical. d/dt of theta mechanical. ഈ തീറ്റ എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഇലക്ട്രിക്കൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് ഇലക്ട്രിക്കൽ ആംഗുലർ ഫ്രീക്വൻസി കിട്ടുന്നു. ഇവിടെ തീറ്റ മെക്കാനിക്കലിന്റെ d/dt എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആംഗുലർ സ്പീഡ് ഓഫ് ദി മെഷീൻ കിട്ടും. അതെന്താണ്? ഒമേഗ എം ആണ്. ഓക്കെ, ഇത്രയും കിട്ടി. ഈ ഒമേഗ ഇയുടെയും ഒമേഗ എമ്മിന്റെയും വ്യത്യാസം എന്താണ്? ഒമേഗ ഈസിക്കൽ ടു 2πf, ഒമേഗ എം ഇസിക്കൽ ടു 2πn/60. അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തീറ്റ ഒമേഗ ഇ ഈസിക്കൽ ടു 2πf, ദാറ്റ് ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു 2πn/60. ക്ലിയർ ആണോ? ഇത് ഇതുവരെ എഴുതിയത് ക്ലിയർ ആണോ? 2π ക്യാൻസൽ ഔട്ട് ആയി പോയി. ബാക്കി എന്ത് വരുന്നു? F is equal to Pn/120, അഥവാ F is equal to Pn/120. നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഇക്വേഷൻ N is equal to ക്രോസ് ചെയ്തിട്ട് 120 F/P. ഞാൻ ഇത് എഴുതാൻ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാല്, നമ്മൾ അവിടെ കൊടുക്കുന്ന ഫ്രീക്വൻസി, സപ്ലൈയുടെ ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഏത് സ്പീഡിൽ എന്റെ റോട്ടർ കറങ്ങണം എന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയ സ്പീഡാണ് എന്ത്? N. ആ എന്നിന്റെ വാല്യൂ എന്തായിരിക്കണം? 120 F/P ആയിരിക്കണം ഫോർ എ കോൺസ്റ്റന്റ് പോൾ P. ഒരു മെഷീൻ എടുത്തു, മെഷീന്റെ സപ്ലൈ കൊടുത്ത ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ, 50 ഹെർട്സ്, ലെറ്റ് ഇറ്റ് ബി 50 ഹെർട്സ്. അതിന്റെ നമ്പർ ഓഫ് പോൾസ് ഞാൻ ഡിസൈൻ ചെയ്തു. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി 4 പോൾ. അങ്ങനെയാണെങ്കിൽ ഇത് സിൻക്രണസ് സ്പീഡിൽ കറങ്ങണമെങ്കിൽ, സിൻക്രണസ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? കൊടുത്ത സപ്ലൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സിൻക്രണസ് ആയിട്ട് ഇത് കറങ്ങണമെങ്കിൽ എത്ര സ്പീഡിൽ കറങ്ങണം എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 120 F/P കറങ്ങണം. അങ്ങനെ കറങ്ങേണ്ടി വന്ന മെഷീന്റെ പേരാണ് സിൻക്രണസ് മെഷീൻ. ക്ലിയർ ആണോ? സോറി. ഓക്കെ, N is equal to 120 F/P അവിടെ കിട്ടി. നെക്സ്റ്റ്, ഈ electrical frequency F is converted to mechanical frequency which is in term of RPM. അത്രയുള്ള ആ കൺസെപ്റ്റ്. ഇനി ചെറിയൊരു പ്രോബ്ലം, ക്വസ്റ്റ്യൻ എഴുതി പോണേ പ്രോബ്ലത്തിന്റെ. Two alternators are mechanically coupled and driven with a common prime mover. പിന്നെ ഇതിന്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെങ്കിലും ബേസിക് വർക്കിംഗ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ.
നമ്മളെ ഓൾട്ടർനേറ്ററിന്റെ കേസ്, അതായത് സിൻക്രണസ് ജനറേറ്റർ ആണ് ചെയ്യേണ്ടത്. എന്റെ ആർമേച്ചറിലാണ് എന്റെ ആർമേച്ചർ വൈൻഡിങ്സ് ഇരിക്കുന്നത്, അതിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യേണ്ടത്. ആർമേച്ചർ വൈൻഡിങ് ഇരിക്കുന്നത് 3 ഫേസ് വൈൻഡിങ് ആണ്. ഈ ആർമേച്ചർ അവിടെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണ്. എന്റെ ഫീൽഡ് വൈൻഡിങ് ഇരിക്കുന്ന ഫീൽഡ് പോളിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദിസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പാസ്ഡ് ത്രൂ ദി ആർമേച്ചർ വൈൻഡിങ്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് ലിങ്കിങ് വിത്ത് ദി ആർമേച്ചർ വൈൻഡിങ്സ് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ആർമേച്ചർ വൈൻഡിങ്ങിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് ഓൾട്ടർനേറ്ററിന്റെ ബേസിക് വർക്കിംഗ്. ഓക്കെ, ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്റെ വിശ്വാസം, അല്ലേ? അല്ലേ, നമ്മൾ ആ ബേസിക് ഒക്കെ പഠിച്ചുകൊണ്ട് അതിലെങ്ങും ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വർക്കിംഗിലേക്ക് പോകും. അപ്പൊ തൽക്കാലം നമുക്ക് ഈ ബേസിക് വേറെ കുറച്ച് കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനുണ്ട്. സോ two alternators are mechanically coupled and driven with a common prime mover. One alternator is delivering power at 50 Hz frequency and other at 60 Hz frequency. Find the maximum possible speed of this set. എൻ്റെ രണ്ട് ഓൾട്ടർനേറ്റേഴ്സ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റേഴ്സ് മെക്കാനിക്കലി കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഈ മെക്കാനിക്കലി കപ്പിൾ ചെയ്തിരിക്കുന്ന രണ്ട് വസ്തുക്കളുടെ സ്പീഡ് എങ്ങനെയായിരിക്കണം? ബേസിക് സെയിം ആയിരിക്കണം സ്വാഭാവികമായിട്ടും. അപ്പൊ രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ദർ മെക്കാനിക്കലി കപ്പിൾഡ് എന്ന് പറഞ്ഞ ദർ സ്പീഡ് ഷുഡ് ബി സെയിം ആൻഡ് ഡ്രിവൺ വിത്ത് കോമൺ പ്രൈം മൂവർ. അവിടെയാണ് ഇമ്പോർട്ടന്റ്. മെക്കാനിക്കലി കപ്പിൾഡ് ത്രൂ എന്താ ഗിയർ സിസ്റ്റം ആണെങ്കിൽ മാറും. ത്രൂ എ കോമൺ പ്രൈം മൂവർ വെച്ചിട്ട് അവരെ കപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് റൊട്ടേറ്റ് അറ്റ് ദി സെയിം സ്പീഡ് ആസ് ദാറ്റ് ഓഫ് പ്രൈം മൂവർ. അതുകൊണ്ട് രണ്ട് ഓൾട്ടർനേറ്ററിന്റെ റോട്ടറിന്റെ സ്പീഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് അവിടെ ക്ലിയർ ആണ്. And one alternator is delivering a power at a 50 Hz frequency and the other at a 60 Hz frequency. പക്ഷെ രണ്ടുപേരുടെയും ഫ്രീക്വൻസി എന്താണ്? വ്യത്യസ്തമാണ്. ഫൈൻഡ് മാക്സിമം പോസിബിൾ സ്പീഡ് ഓഫ് ദി സെറ്റ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക്കലി സൊല്യൂഷനിലെ ഫസ്റ്റ് പോയിന്റ്, they both should rotate at same speed implies N1 should be equal to N2. ഈ N1 is equal to N2 എന്ന് പറയുമ്പോഴും രണ്ടും എന്ത് സ്പീഡ് ആയിരിക്കണം? സിൻക്രണസ് സ്പീഡ് ആയിരിക്കണം. കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിൻക്രണസ് മെഷീനെ കുറിച്ചാണ്. സോ സിൻക്രണസ് സ്പീഡ് ആണെങ്കിൽ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിന്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നു. NS is equal to 120 F/P എന്ന് നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ N1ന്റെ കേസ് ഞാൻ എടുക്കുകയാണെ. N1 is equal to 120. അവിടുത്തെ ഫ്രീക്വൻസി എത്രയായിരുന്നു? 50 Hz ആയിരുന്നു. 50 ഡിവൈഡഡ് ബൈ പോൾസിന്റെ എണ്ണം അറിയത്തില്ല, let it be P1. And N2 should be is equal to 120 F. അവിടുത്തെ F എന്താണ്? 60 Hz. സെക്കൻഡ് സിൻക്രണസ് മെഷീന്റെ ഫ്രീക്വൻസി 60 Hz ആണ്. ഡിവൈഡഡ് ബൈ അവിടുത്തെ പോൾസും അറിയത്തില്ല, P2. നമ്മളിങ്ങനെ ഇട്ടു. ഓക്കെ, ഇവർ രണ്ടുപേരും സെയിം എന്നല്ലേ പറഞ്ഞത്? സോ നമുക്ക് എന്ത് എഴുതാം? 120 into 50 by P1 is equal to 120 into 60 by P2. 120 get cancelled. 0 അതായത് 50-ലെ 60 അല്ലെ 10 വെച്ചിട്ട് പോകുന്നു. ബാക്കി 5 by P1 is equal to 6 by P2. Implies P1 by P2 is equal to 5 by 6 എന്ന് കിട്ടി. P1 by P2 is equal to 5 by 6 എന്ന് കിട്ടി. ഈ ഒരു കണ്ടീഷനിൽ അവരുടെ പോൾസിന്റെ റേഷ്യോ ഇങ്ങനെ ആയിരിക്കണം, 5 by 6 ആയിരിക്കണം. അപ്പൊ ഈ 5 by 6 റേഷ്യോ വരണമെങ്കിൽ സ്പീഡ് ഏതൊക്കെ സ്പീഡിൽ വേണമെങ്കിലും കറങ്ങാം. പോൾസിന്റെ റേഷ്യോ ആണ് ഈ പറയുന്നത്. പോൾസിന്റെ റേഷ്യോ ഇത് പറയുമ്പോൾ P1 ക്യാൻ ബി 10, അങ്ങനെയാണെങ്കിൽ P2 12 ആകണം,
P1 എന്ന് പറയുന്നത് 20 ആണെങ്കിൽ ഇതെന്തായിരിക്കണം? ഇത് 24 ആയിരിക്കണം. അങ്ങനെ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ചോദ്യം, P1ന് 5 ആകാൻ പറ്റുമോ? P1ന് 5 എന്ന ഡിജിറ്റ് ആകാൻ പറ്റുമോ? ഇല്ല. കാര്യം മോണോപോൾ ഡസന്റ് എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ 5 എന്ന് പറയുന്ന പോൾസ് ആകാൻ പറ്റത്തില്ല. അപ്പൊ ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് പോൾസ് റിക്വയർഡ് ഫോർ P1 എന്തായിരിക്കണം? 10 ആയിരിക്കണം. ക്ലിയർ ആണ് ആ കൺസെപ്റ്റ്? ഓക്കെ. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. ഫോർ എ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി എഫ് ns is inversely proportional to p. സ്പീഡ് എന്ന് പറയുന്നത് പോൾസിന് ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. പോൾസ് കുറവാണെങ്കിൽ സ്പീഡ് കൂടുതൽ. ക്വസ്റ്റ്യൻ എന്താണ്? മാക്സിമം പോസിബിൾ സ്പീഡ് ഓഫ് ദി സെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവിടുത്തെ പോൾസിന്റെ എണ്ണം എന്തായിരിക്കണം? മിനിമം പോസിബിൾ എണ്ണമായിരിക്കണം. ക്ലിയർ ആണ്? അപ്പൊ മിനിമം പോസിബിൾ എന്താണ്? 10ഉം 12ഉം. കൺസെപ്റ്റ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഗുഡ്. ഓക്കെ. അപ്പൊ മിനിമം പോസിബിൾ 10ഉം 12ഉം ആണെന്ന് മനസ്സിലായി. P1 is equal to 10 and P2 should be equal to 12. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്പീഡ് ഓഫ് ദി മെഷീൻ മാക്സിമം പോസിബിൾ സ്പീഡ് കിട്ടും. ഈ P1 ആൻഡ് P2 എന്താണ്? മിനിമം പോസിബിൾ പോൾസ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം പോസിബിൾ സ്പീഡ് കിട്ടാൻ ഞാൻ N1ൽ ഈ വാല്യൂ ഇട്ട് കൊടുക്കണോ, N2ൽ ഇട്ട് കൊടുക്കണോ? ഏതായാലും മതി, രണ്ടിന്റെയും സെയിം സ്പീഡാണ്. സോ ലെറ്റ് ഇറ്റ് ബി N1ലോ N2ലോ ഇട്ട് കൊടുക്കാം. അപ്പൊ N1 is equal to 120 into 50 divided by P1 10 എന്ന് എടുത്തു. അപ്പൊ എന്ത് വരുന്നു? ബാക്കി 120 into 5 എന്ന് പറയുന്നത് 600 RPM. ഇത് നിങ്ങൾ N2ൽ ഇട്ടാലും ഈ സെയിം വാല്യൂ തന്നെ കിട്ടും. കൺസെപ്റ്റ് ക്ലിയർ ആണ്? which is equal to N2. ഓൾട്ടർനേറ്റിന്റെ വർക്കിംഗ് പോലും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഡിഫറൻസ് ബിറ്റ്വീൻ synchronous generator and asynchronous generator. Example, induction generator. ചില